ഈശോ മിശിഹായ്ക്ക് സ്തുതിയുണ്ടാകട്ടെ. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചുള്ള ധ്യാനചിന്തകളിലൂടെയാണ് നാം കടന്നു പോവുക. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ഭക്താഭ്യാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭക്തകൃത്യമാണ് വിശുദ്ധ ഔസേപ്പിതാവിന്റെ 7 ദുഃഖ സന്തോഷങ്ങൾ ധ്യാനിച്ചുകൊണ്ട് 7 ദിവസങ്ങളിൽ, അതല്ലെങ്കിൽ 7 ഞായറാഴ്ചകളിൽ ഈ 7 ദുഃഖ സന്തോഷങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നുള്ള ഈ ഭക്താഭ്യാസം വിശുദ്ധ ഔസേപ്പിതാവിന്റെ മാധ്യസ്ഥം വഴി വലിയ വലിയ അത്ഭുതങ്ങൾ ഈ പ്രാർത്ഥന വഴി പലർക്കും, ലോകം മുഴുവനും എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവർക്കും ഇതിന്റെ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. നമുക്ക് 7 ദുഃഖ സന്തോഷങ്ങൾ എങ്ങനെയാണ് കടന്നു വന്നത് എന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ്? കുറെ യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു കപ്പൽ ഹോളണ്ടിലെ തീരക്കടലിൽ മുങ്ങിപ്പോയി. 2 ഫ്രാൻസിസ്കൻ സന്യാസികൾ മാത്രം ഒരു പലകയിൽ പിടിച്ച് ഇങ്ങനെ 2 ദിവസം കടലിൽ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അലൗകിക പ്രഭയുള്ള ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട് അവരെ അത്ഭുതകരമായി കരക്കെത്തിച്ചു. ഇദ്ദേഹം ആരാണ് എന്ന് അവർ ചോദിച്ചപ്പോൾ മറുപടിയായി ആഗതൻ പറഞ്ഞുവത്രേ, ഞാൻ ഔസേപ്പാണ്. എന്റെ 7 ദുഃഖങ്ങളും 7 സന്തോഷങ്ങളും നിങ്ങൾ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് വിശുദ്ധ ഔസേപ്പിതാവിന്റെ ദുഃഖങ്ങളോടും സന്തോഷങ്ങളോടുമുള്ള വണക്കത്തിന്റെ ഉത്ഭവം. ഈ 7 ദുഃഖ സന്തോഷങ്ങൾ നാം എങ്ങനെയാണ് അർപ്പിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങുക? നമുക്ക് കേൾക്കാം. നമ്മുടെ ഒരു പ്രത്യേകമായിട്ടുള്ള നിയോഗം, നമ്മുടെ ഒരു പ്രത്യേകമായിട്ടുള്ള അപേക്ഷ, ആ കാര്യം സാധിച്ചു കിട്ടുവാൻ വേണ്ടി നാം വിശുദ്ധ ഔസേപ്പിതാവിനെ വണങ്ങി ഔസേപ്പിതാവിനോട് ചേർന്ന് 7 പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കണം. നമുക്കറിയാം, സഭയിലെ ഒരു ക്രിസ്ത്യാനിക്ക് ദി സെൻട്രൽ പോയിന്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ദാറ്റ് ഈസ് ഹോളി മാസ്. പരിശുദ്ധ കുർബാനയാണ് ഒരു ക്രിസ്ത്യാനിയുടെ കേന്ദ്ര ബിന്ദു. വിശുദ്ധന്മാരുടെ ഈ മാധ്യസ്ഥവും അവരുടെ സുഹൃതവും കണക്കിലെടുത്ത് പിതാവായ ദൈവം നമുക്ക് പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഈ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുക. അതുകൊണ്ട് ഏറ്റവും പ്രധാനം പരിശുദ്ധ കുർബാനയാണ്. ഈ കുർബാനയിലാണ് പിതാവും പുത്രനും ഇഷ്ടപ്പെടുന്ന പ്രിയദാസർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഫലം തരുന്നത്. അതുകൊണ്ട് ഔസേപ്പിതാവിന്റെ 7 ദുഃഖ സന്തോഷങ്ങൾ നാം ചൊല്ലാൻ തുടങ്ങുമ്പോൾ 7 കുർബാനകൾ, ഓരോ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കണം. ദാനധർമ്മങ്ങൾ നടത്തണം. 7 തവണ ഉപവാസം അനുഷ്ഠിക്കണം. 7 തവണ പള്ളിയിലെത്തി വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ വണങ്ങണം. പ്രിയ സഹോദരങ്ങളെ, കഴിയാവുന്നതും ഔസേപ്പിതാവിന്റെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ വീട്ടിലുള്ള ഒരു ഔസേപ്പിതാവിന്റെ ഫോട്ടോയോ സ്വരൂപമോ എടുത്തു വെച്ച് ഒരു മെഴുകുതിരി കത്തിച്ച് അന്നത്തെ പ്രാർത്ഥനകൾ ചൊല്ലി അവസാനിപ്പിച്ചാൽ ഏറെ നല്ലതാണ്. ഇങ്ങനെ 7 ദുഃഖ സന്തോഷങ്ങൾ നിത്യേന ചൊല്ലി അർപ്പിച്ചിട്ടാണ് ഈ ഓരോ ദുഃഖം വ്യാകുലവും നാം അർപ്പിക്കുമ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതിയും നാം ചൊല്ലണം. ഇങ്ങനെ 7 ദിവസം ചൊല്ലി നാം വിശുദ്ധ ഔസേപ്പിതാവിന്റെ പക്കൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താണ് ഈ 7 ദുഃഖ സന്തോഷങ്ങൾ? ഈ 7 ദുഃഖ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ദുഃഖമാണ് പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു, നീതിമാനായതുകൊണ്ട്. പക്ഷേ വളരെയേറെ സങ്കടമുണ്ടായി. പിന്നീടാണ് മാലാഖ വന്ന് അതിശയകരമായ രഹസ്യം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഉണ്ടായ സന്തോഷം, അതാണ് ഒന്നാമത്തെ ദുഃഖവും ഒന്നാമത്തെ സന്തോഷവും. രണ്ടാമത്തെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഉണ്ണിയേശു പിറക്കുമ്പോഴുണ്ടായ ദരിദ്രമായ അവസ്ഥ. എന്നാൽ പിറക്കുന്ന അന്ന് മാലാഖമാരുടെ സ്തുതിഗീതങ്ങൾ കേട്ടപ്പോൾ ഉണ്ണിയുടെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം, അതാണ് രണ്ടാമത്തെ സന്തോഷം. മൂന്നാമത്തെ ദുഃഖം, പരിചരണ സമയത്ത് ഉണ്ണി രക്തം ചിന്തിയപ്പോൾ അപ്പനുണ്ടായ വേദന. പ്രിയ കൂട്ടുകാരെ, യേശു എന്ന നാമം ചൊല്ലിക്കൊടുത്തപ്പോൾ അപ്പോഴുണ്ടായ സന്തോഷം, അതാണ് മൂന്നാമത്തെ ദുഃഖവും മൂന്നാമത്തെ സന്തോഷവും. നാലാമത്തെ ദുഃഖമാണ് ശിമയോന്റെ പ്രവചനം കേട്ടപ്പോൾ ഉണ്ടായ ദുഃഖം. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പരിശുദ്ധ കന്യകയോട് പ്രവചിച്ചപ്പോൾ ഉണ്ടായ ദുഃഖം. പിന്നീട് ഈ പ്രവചനത്തിൽ കൂടെ പിന്നിൽ എണ്ണമറ്റ ആത്മാക്കൾ രക്ഷപ്പെടും എന്നുള്ള ചിന്തയാണ് സന്തോഷം. അഞ്ചാമത്തെ ദുഃഖമാണ് മാലാഖ വന്ന് ഈജിപ്തിലേക്ക് പോയിക്കോ, ഈജിപ്തിലേക്ക് പലായനം ചെയ്യേ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്നും അവിടേക്ക് എല്ലാം കുറ്റിപ്പറിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ, ആ ദുഃഖമാണ് അഞ്ചാമത്തെ ദുഃഖം.
എന്നാൽ പിന്നീട് ഈജിപ്തിലെ വിഗ്രഹങ്ങളെല്ലാം ഈ പുത്രന്റെ മുന്നിൽ കമഴ്ന്നടിഞ്ഞ് വീഴുന്നത് കാണിച്ചു കൊടുത്തപ്പോൾ ഉണ്ടായ സന്തോഷം. ആറാമത്തെ ദുഃഖമാണ് ഈ മാലാഖ വീണ്ടും ഈജിപ്തിൽ നിന്നും ഇങ്ങോട്ട് പലായനം ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ വിഷമം. പക്ഷേ പിന്നീട് മാലാഖ പറയും ഹെരോദസ് മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം. അതാണ് ആറാമത്തെ സന്തോഷം. ഏഴാമത്തെ ദുഃഖമാണ് ഉണ്ണീനെ കാണാതായി. 12 വയസ്സുള്ളപ്പോൾ ദൈവത്തിനെ കാണാതായി. അതാണ് ഔസേപ്പിന്റെ ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെ ആ ദുഃഖം കഴിഞ്ഞ് അന്വേഷിച്ച് ചെന്നപ്പോൾ ദാ ഉണ്ണിയെ കണ്ടെത്തി. അതാണ് ഏഴാമത്തെ സന്തോഷം. പ്രിയ കൂട്ടുകാരെ, ഈ 7 ദുഃഖ സന്തോഷങ്ങളും ഓരോ ദിവസവും കത്തിച്ചു വെച്ച് നാം ധ്യാനിച്ച് ഒരു സ്വർഗ്ഗസ്ഥനായ ഒരു നന്മ പറയുന്ന ഒരു തൃത്വസ്തുതി ചൊല്ലി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കുക. അനുഗ്രഹങ്ങളുടെ പൂമഴ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.